മഴ ഇങ്ങനെ മാറാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് നമ്മുടെ വിംഗർ പ്ലാന്റ്സിനാണ്. എക്സോട്ടിക് ആണെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം പറയേ വേണ്ട. ചെറുതായിട്ടൊരു എറിച്ചിലടിച്ചാൽ തന്നെയും പ്ലാന്റ് നമ്മുടെ നിന്ന് മിസ്സായി പോകും. അപ്പോൾ പിന്നെ നമ്മുടെ വെറൈറ്റീസിൻ്റെ കാര്യം പറയണ്ടല്ലോ. നമ്മുടെ കയ്യിൽ കുറച്ചധികം എക്സോട്ടിക് വെറൈറ്റീസാണ് ഉള്ളത്. നോർമൽ വെറൈറ്റീസ് വളരെ ചുരുക്കമാണ്. എക്സോട്ടിക്കിൻ്റെ ഷെയ്ഡ്സാണ് നമ്മളിപ്പോൾ മാക്സിമം ആഡ് ചെയ്ത് വരുന്നത്. ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ നോർമൽ വിങ്കയ്ക്ക് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പിന്നെ എക്സോട്ടിക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ. നമ്മുടെ പ്രീമിയം സെക്ഷനിൽ ഏകദേശം അങ്ങനെ പറയാം കേട്ടോ. ആ സെക്ഷനിൽ വരുന്ന റെഡ് വെൽവെറ്റ് പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ കാര്യം ഇനി എന്താണെന്ന് അറിയില്ല കേട്ടോ. അത്യാവശ്യം ആ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കോംബോ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ മഴ മാറാണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാത്തിനും പണി കിട്ടുവേ. ഇത് കണ്ടോ, നമ്മുടെ ഷെഡിനുള്ളിലിരുന്ന പ്ലാന്റാണ്, പക്ഷേ എറിച്ചിലടിച്ചേക്കുന്നത് നോക്കി. എവിടെ നിന്നാണ് ഇത് അടിച്ചതെന്നുള്ള കാര്യം എനിക്കറിയില്ല. എല്ലാ പ്ലാന്റ്സിലും ഇങ്ങനെ എറിച്ചിലടിച്ച് കയറിയിട്ടുണ്ട്. ഇത് സൈഡ് വഴി കയറിയതാവാനാണ് ചാൻസ്. നല്ല കാറ്റും മഴയൊക്കെ ആകുമ്പോൾ പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ കാര്യം അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഒന്നും പറയണ്ട, എല്ലാം തീർന്ന് തരിപ്പണമായി പോകും എന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്ത ഓർഡേഴ്സ് എല്ലാം ഇന്ന് കൊണ്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്നവരൊക്കെ നമുക്ക് റിപ്ലൈ ഇടുക കേട്ടോ, മെസ്സേജ് ഇടുക. ഓപ്പണിംഗ് വീഡിയോ ഒക്കെ ചേർത്ത് ഒരു മെസ്സേജും വീഡിയോസൊക്കെ പാസ് ചെയ്ത് തരിക കേട്ടോ. നമ്മുടെ കയ്യിലുള്ള നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. കുറച്ച് സെൻസിറ്റീവാണ് ആൾ, എന്നാലും എങ്ങനെ ബുഷായി കിടന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ അത് അങ്ങനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ എന്നറിയില്ല. അതിന് മുമ്പേ പ്ലാന്റ് പോകുമെന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ എന്നാൽ കഴിയും വിധം ഞാൻ എല്ലാത്തിനും ഒരു കെയർ കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഫംഗിസൈഡും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എറിച്ചിലും കാര്യങ്ങളൊക്കെ അടിച്ച് കയറി കഴിഞ്ഞാൽ പ്ലാന്റ് നമ്മുടെ നിന്ന് പോകാനാണ് ചാൻസ് ഉള്ളത്. ഒത്തിരി നല്ല ഗ്രൗണ്ട് വിങ്കാസ് നമ്മുടെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പ്ലാന്റ്സിനെ കാണുമ്പോൾ എന്തെന്നറിയാത്തൊരു സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഇത്രത്തോളം പ്ലാന്റ്സിനെ വളർത്തുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരാളെ അല്ല കേട്ടോ. നമ്മൾ പ്ലാന്റ്സിനെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി വാങ്ങി അവസാനം ലാസ്റ്റ് ഡേ നമ്മൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനി എങ്ങോട്ടാണെന്ന് അറിയില്ല കേട്ടോ. ഇനി ചട്ടികളെല്ലാം തിരിച്ച് മടക്കി വെച്ചിട്ട് വീണ്ടും ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന കണക്ക് നമ്മൾ ഈ പരിപാടിയെല്ലാം അവസാനിപ്പിക്കുമെന്നും നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ കൗതുകത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും പേരിൽ മാത്രം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. അങ്ങനെ പ്ലാന്റ്സിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ എടുത്തു പറയുന്നത്. ഒരിക്കൽ പോലും നമ്മളിങ്ങനെ ഒരു സ്റ്റേജിൽ എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പോകെ അതിനുള്ളൊരാഗ്രഹം വർദ്ധിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്തു വരുന്നത്. ഒരുപാടും കൂടുതലും ഇഷ്ടം കൊണ്ടാണ് പ്ലാന്റ്സിനെ വളർത്തുന്നത്. എൻ്റെ അച്ഛൻ എപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൃഷിഭവനിൽ ജോലി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോൾ ഞാൻ വീട്ടിൽ പോയാലും അവരെ അമ്മയും അച്ഛനും എപ്പോഴും കളിയാക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇത് ബ്ലൂബെറി ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇരുന്നൊരു പ്ലാന്റ് ഫ്ലവറിങ് ആയതാണേ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് കേട്ടോ. നല്ല സൂപ്പർ ഷെയ്ഡാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഒത്തിരിയും പേരിങ്ങനെ നമ്മളിങ്ങനെ കളിയാക്കി വരുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഇതുണ്ടാവുമല്ലോ, നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സൊക്കെ തരുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ഫ്ലവർ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പുതിയ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്ലാന്റ്സിനെ ഇങ്ങനെ വളർത്തിയൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റ്സൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സെയിലാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മദർ പ്ലാന്റ് പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ നമ്മുടെ മദർ പ്ലാന്റാക്കി മാറ്റേണ്ടി വരും. അപ്പോൾ സെയിൽ ഉണ്ടാവുക എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നമ്മളിങ്ങനെയൊക്കെ വച്ചിരിക്കുകയാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡിൽ ആരെയും പ്രാക്ക് വാങ്ങിക്കാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആരെയും കഞ്ഞിയിലിങ്ങനെ പാറ്റയിടാൻ ശ്രമിക്കാറില്ല. നമുക്ക് നമ്മുടേതായ വഴിയുണ്ടാവും എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഞാൻ. അല്ലാണ്ട് ഇങ്ങനെ കോപ്പി ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും കമ്പയർ ചെയ്തോ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എന്നാൽ കഴിയും വിധം മുന്നോട്ട് പോകണം, എന്നാൽ കഴിയും വിധം വഴികൾ തുറന്ന് മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒത്തിരിയും പേരുടെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ. അതെന്തായാലും ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക്
എന്താണ് നമ്മുടെ പ്ലാന്റ്സ് സെയിൽ ചെയ്തിട്ട് നമുക്ക് ഇൻകം വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയായാലും നമുക്ക് കുറച്ച് ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുമ്പോഴും നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ വിജയത്തിന് പിന്നിൽ എന്താണ് നിസ്വാർത്ഥമായി നിന്നു പോകുന്ന ആൾക്കാരുടെ മുഖങ്ങളെ ഓർക്കുമ്പോൾ നമുക്കൊരു പുഞ്ചിരിയോടുകൂടി അവരെ നോക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഈശ്വര കടാക്ഷം കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും തുടങ്ങുന്നത്. നമ്മുടെ പ്ലാന്റ്സിനൊക്കെ എന്തെങ്കിലും ഒരു അസുഖം സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സൊക്കെ പോകും. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പ്ലാന്റ്സ് തരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഓരോ അസുഖങ്ങളുള്ള പ്ലാന്റ്സൊക്കെ നമുക്കിങ്ങനെ ഇടിച്ച് കയറ്റിയൊക്കെ തരുമ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കും. നമുക്കിതിനെപ്പറ്റി യാതൊരുവിധ അറിവും ഉണ്ടാവില്ലല്ലോ ആ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ പൊന്നെ കരളേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ ബാക്കി പ്ലാന്റ്സ് എല്ലാം ഇൻഫെക്ഷനായിട്ട് അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഇങ്ങനെ റീസെൻ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്താ കാര്യമെന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി എന്താണ് അതിന് തിരിച്ച് നമ്മൾ പ്രതിവിധികളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ചെയ്ത്. ഇതൊക്കെ നമ്മൾ അയച്ച കോമ്പോസാണ് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് കാണിച്ച് പോകുന്നതാണ്. ഇന്നാണ് കേട്ടോ നമ്മളെല്ലാവർക്കും കൊറിയർ അയച്ചത്. തിങ്കളാഴ്ച ഞാൻ ഇനിയിപ്പോൾ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൺഡേ കഴിഞ്ഞിട്ട് വർക്കിംഗ് ഡേ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കൊറിയർ ഓഫീസിൽ. അതുകൊണ്ട് നമ്മൾ മൺഡേ ആയിരിക്കും ഇനി മുതൽ, മൺഡേ അല്ല ട്യൂസ്ഡേ ആയിരിക്കും കൊറിയേഴ്സ് അയക്കുന്നത്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ വിരിഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഏതാ ഷെയ്ഡ് കാര്യങ്ങളൊന്നും അറിയില്ല, നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞ റൂട്ടിന് ഒരുപാട് പ്ലാന്റ്സ് ഫ്ലവറിങ് ആവാതെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ഷെയ്ഡൊക്കെ ഒരുപാട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്നൊന്നും അറിയില്ല, ഒരു 6-7 ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വിങ്കയുടെ സീഡ് ജെർമിനേഷൻ സംഭവിച്ചിട്ടുള്ള സീഡൊക്കെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു മില്യൺ ബെൽസാണ് കേട്ടോ ഇന്ന് നമ്മൾ അയച്ചിട്ടുള്ളത്.